പല സയൻറ്റിസ്റ്റുകളും ഈ മലബാർ സിവറ്റ് എന്ന് പറയുന്ന ഒരു ജീവി ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നില്ല. ഈ മലബാർ സിവറ്റ് എന്ന ജീവി മോർഫോളജിക്കലി ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കാണുന്ന ലാർജ് സ്പോട്ടഡ് സിവറ്റുമായിട്ടാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ സിവറ്റിൻ്റെ മസ്ക് എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നൊക്കെ സിവറ്റുകളെ പിടിച്ചു കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന ലാർജ് സ്പോട്ടഡ് സിവറ്റുകളൊക്കെ ചാടിപ്പോയിട്ട് അതിനെയാണ് പിന്നീട് മലബാർ സിവറ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് പല സയൻറ്റിസ്റ്റുകളും കരുതുന്നത്. അതിന് കാരണമെന്ന് ഇവർ പറയുന്നത് പണ്ട് കാലങ്ങളിൽ ലാർജ് സ്പോട്ടഡ് സിവറ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരുന്ന പല മ്യൂസിയങ്ങളിലും ഇങ്ങനെ വെച്ചിരുന്ന സ്പീഷീസ് പിന്നീട് മലബാർ സിവറ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അതുപോലെ തന്നെ തിരിച്ച് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേയേറെ കൺഫ്യൂഷൻ ഈ സിവറ്റിൻ്റെ സ്പെസിമിൻ്റെ കാര്യത്തിലുണ്ട്. അതുപോലെ തന്നെ മലബാർ സിവറ്റിനെ പല ഫീൽഡിൽ വെച്ച് കണ്ടെന്ന് പറയുന്ന ഒബ്സർവേഷനൊക്കെ ഈ മലബാർ സിവറ്റുമായിട്ട് യാതൊരു മാച്ചിങ്ങും ഇല്ലാത്ത തരത്തിലാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ മലബാർ സിവറ്റുകളുടെ ഇപ്പോഴുള്ള സ്പെസിമിനൊക്കെ പല പ്രാവശ്യം കൈമാറി വന്നതാണ്. ഒറിജിനലായിട്ട് എവിടുന്ന് കളക്ട് ചെയ്തതെന്ന് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ മലബാർ സിവറ്റിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്, ഈ മലബാർ സിവറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വളരെ സാധാരണമായിട്ട് ഉണ്ടായിരുന്ന ഇപ്പോൾ വംശനാശം നേരിട്ടുള്ള ഒരു അത്യപൂർവമായിട്ടുള്ള ജീവിയായിരിക്കാം ഈ മലബാർ സിവറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പല സയൻറ്റിസ്റ്റുകളും കരുതുന്ന പോലെ തന്നെ നമ്മൾ പണ്ട് കാലങ്ങളിൽ സിവറ്റ് മസ്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ലാർജ് സ്പോട്ടഡ് സിവറ്റ് ചാടിപ്പോയിട്ട് അതിനെ നമ്മൾ പിന്നീട് മിസ്ഐഡൻറ്റിഫൈ ചെയ്തതാവാം ഈ മലബാർ സിവറ്റ്.